കുക്കൂസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തെർമോഡൈനാമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ 4ാമത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം ഹൂസ് വാല്യൂസ് ഫോർ ദി എൻറ്റയർ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദെയർ വാല്യൂസ് ഫോർ ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നതിന് നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അത് ഒരു സിസ്റ്റം മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം മാസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്നതിനെയാണ് സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, സ്പെസിഫിക് പ്രോപ്പർട്ടി, അതുപോലെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, ഇതിൽ 4 ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ വേറൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഇതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ടോട്ടൽ ഒരു പ്രോപ്പർട്ടി എടുത്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബാണ്. ആ 1 മീറ്റർ ക്യൂബിനെ ഞാൻ ഒരു 3 വെസലിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ 0.25 ഈ 0.25 പ്ലസ് 0.5 പ്ലസ് 0.25 ഇത് മുഴുവൻ കൂട്ടി വരുമ്പോഴും 1 മീറ്റർ ക്യൂബാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെല്ലാം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ ഇതിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ എടുക്കുന്ന പ്രോപ്പർട്ടിയെ പലതായി ഡിവൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഫുൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആദ്യം കിട്ടിയ പ്രോപ്പർട്ടിക്ക് ഇക്വലൻ്റ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വി എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3ക്ക് ഈക്വൽ ആയിരിക്കണം. മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് M1 പ്ലസ് M2 പ്ലസ് M3ക്ക് ഈക്വൽ ആയിരിക്കണം. ഇപ്പം എനർജി എന്ന് പറയുന്നത് ഓരോ പാർട്ടിലുള്ള എനർജിക്ക് ഫുൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി കിട്ടിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്ന എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.